ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ തീരുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. നമസ്കാരം. പ്രൈസ് ദി ലോർഡ് സീസൺ 2 എല്ലാവർക്കും സ്വാഗതം. ഹ്യൂസ്റ്റണിൽ നടക്കുന്ന വലിയ കളികളും ചെറിയ കളികളും എല്ലാം പുറത്തു കൊണ്ടുവന്ന പ്രൈസ് ദി ലോർഡ് സീസൺ 1 സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി വലിയ കളികളല്ല, അത്തുക്കും മേലെ ലക്കും ലഗാനും ഇല്ലാത്ത കളികൾ. നോക്കി കളിച്ചില്ലെങ്കിൽ പണി പാളും. എവിടെ ഒളിച്ചിരുന്ന് കമ്മിറ്റി കൂടിയാലും അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരിക മാത്രമല്ല, തെളിവ് സഹിതം അത് എല്ലാവരെയും അറിയിച്ച് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഓർത്തു. ഇത് കേരളമല്ല, ഹ്യൂസ്റ്റൺ ആണ്. ഹ്യൂസ്റ്റൺ. ഇനി നമുക്ക് സീസൺ 2 പരസ്പരം പണി കൊടുക്കാൻ വരുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ആദ്യമായി ഓണന്തുരുത്ത് പഞ്ചായത്ത് സെക്രട്ടറി ധനപാലൻ. പഞ്ചായത്ത് മൊത്തം തന്റെ തലയിലാണെന്നാണ് വെപ്പ്. ഇതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ നിരാശ പുള്ളിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. അടുത്തത് സുന്ദരിയും ലോലഹൃദയമായ പഞ്ചായത്ത് തൂപ്പുകാരി കോമളം. ഇനി പഞ്ചായത്തിന്റെ സ്വന്തം ജൽപ്ലാക്ഷൻ. പിയൂൺ പോസ്റ്റ് ആണെങ്കിലും സദാ വെള്ളത്തിലായ ഇയാൾ ഒരു തൊഴുത്തിക്കുത്തി കൂടിയാണ്. 100 ദിവസം ഇതിന്റെ അകത്ത് കിടക്കുമ്പോൾ തന്റെ വെള്ളമടി വെള്ളത്തിലാകുമോ എന്ന ദുഃഖത്തിലാണ് കക്ഷി. അടുത്തത് ഈ പഞ്ചായത്തിന്റെ രോമാഞ്ചം, പ്രസിഡന്റ് ലില്ലിക്കുട്ടി. താനാണ് ഇവിടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതെന്നാണ് വിചാരം. എന്നാൽ ആരുടെയും കൺട്രോളിൽ നിൽക്കാത്ത ലില്ലിക്കുട്ടിക്ക് പ്രധാനം സൗന്ദര്യ സംരക്ഷണമാണ്. സൗന്ദര്യം അതല്ലേ എല്ലാം. അടുത്തതായി എതിർപ്പുകളും കോളിളക്കങ്ങളും മാത്രം പഞ്ചായത്തിന് നിരന്തരം സമർപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് ജോർജ് കുര്യൻ. അടുത്തതായി പഞ്ചായത്തിന്റെ നിത്യസന്ദർശകയായ മറിക്കുട്ടിച്ചേടത്തി. ഞങ്ങളുടെ ഓഡീഷൻ റൗണ്ട് പാസ്സായില്ലെങ്കിലും ജനപിന്തുണ കൊണ്ട് മാത്രം സെലക്ഷൻ കിട്ടിയ മറിക്കുട്ടിച്ചേടത്തിക്ക് ഒരു വീട് പണിത് കിട്ടാതെ തന്റെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. Let's welcome മറിക്കുട്ടിച്ചേടത്തി. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് ഹൗസിലേക്ക് സ്വാഗതം. പവർ ടീം അംഗങ്ങളായ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് എന്താണെന്നറിയാൻ തയ്യാറാണോ? ഇന്ന് നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം. അതുകൊണ്ട് തന്നെ ഒരു ഓണാഘോഷ പരിപാടി തയ്യാറാക്കുക എന്നതാണ് ടാസ്ക്. ഈ പരിപാടിയിൽ ഓണത്തിൻ്റെ എല്ലാ എലമെൻസും അടങ്ങേണ്ടതാണ്. ഓവറോൾ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ലക്ഷറി പോയിന്റ്സ് കിട്ടുക. യാതൊരു കാരണവശാലും കയ്യേറ്റമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില്ലറ വഴക്കൊക്കെ ഉണ്ടാക്കിയാലേ റേറ്റിംഗ് കൂടുകയുള്ളൂ എന്ന് മറക്കരുത്. ഗുഡ് ലക്ക്. പ്രൈസ് ദി ലോർഡ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്തൊക്കെ തിരക്കുകളാണ്
മതിയാവും. റോഡ് പണിയും നടന്നു പോകണം, പാലം പണിയും നടന്നു പോകണം, പഞ്ചായത്തിലെ കണക്കുകൾ മുഴുവൻ നോക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ഓണാഘോഷം കൂടെ നടത്തണം. ഇതിന്റെ ഇടയ്ക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്ക് എവിടുന്ന സമയം? ഒരു കല്യാണം കഴിക്കാനെങ്കിലും ഭാഗ്യം ഉണ്ടാവുമോ ആവോ? അഞ്ജനേയ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. സാറേ, ധനപാലൻ സാറേ. അഞ്ജനേയ, നീ ഇത്ര പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ സാറേ, എന്നാ പറഞ്ഞേ? അതൊന്നുമില്ല, എന്നെ തോന്നുന്നു എന്നെ വിളിച്ചേ. സാറേ, ഈ കളത്തിൽ തുമ്പപ്പൂ ഇടണോ അതോ ജമന്തിപ്പൂ ഇടണോ? അത് കോമളത്തിന് ഏത് പൂവാ കൂടുതൽ ഇഷ്ടം? കോമള ഏത് പൂവിട്ടാലും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഞാൻ എങ്ങനെ നോക്കുന്നത്? ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതുപോലെ. അതല്ല കോമള, ഞാൻ ചിന്തിക്കുവായിരുന്നു, ഇത്രയും നാൾ നമ്മളിവിടെ ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കാതെ പോയത്. അതല്ലേലും അങ്ങനെയാണല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ? മണമില്ലാത്ത മുല്ല വേണ്ടി പള്ളക്കളഞ്ഞിട്ട് പുതിയൊരെണ്ണം വെച്ച് പിടിപ്പിക്കണം സാറേ. ഉൽപ്പലാക്ഷൻ അല്ല സാർ, ജൽപ്പലാക്ഷൻ. ജലചേട്ടൻ എടോ, തനിക്ക് ആരാ ഈ വായിക്കൊള്ളാത്ത പേര്? ജൽപ്പലാക്ഷൻ പോലും ജൽപ്പലാക്ഷൻ. നീ എന്റെ പേര് ധനപാലൻ. ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിൽ ചോദിച്ച പേര് എവിടെ കിട്ടാൻ? അപ്പൊ പിന്നെ ഈ തൂപ്പുകാരിക്ക് കോമളം എന്ന് പേരിട്ടിരിക്കുന്നു. അത് പിന്നെ അവളുടെ സൗന്ദര്യം കണ്ടാൽ കോമളമല്ല പിന്നെ എന്നെ അവളെ വിളിക്കാൻ തോന്നുന്നത്. അതുപോലെയാണോ നീ? അതുപോലെ നിന്നോട് ഇവിടെ എല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് നീ എന്തേലും ചെയ്തോ? പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലിക്കുട്ടിമാടെ ഇപ്പൊ ഇങ്ങോട്ട് വരും. നമ്മളെ 3 എണ്ണത്തിനെ അവരിട്ട് പൊരിക്കും. എന്താ സാറിന് അവരെ പേടിയോ? സാറെന്തിനാ അവരെ ഇങ്ങനെ പേടിക്കുന്നേ? അവർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമല്ലോ. പിന്നെ പേടിയുണ്ടെങ്കിൽ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. ഒരു ഗ്ലാസ് എടുക്കുക, അത് 30 മില്ലി ജവാനം ഒഴിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്ക്, ഒരൊറ്റ വഴി. വീണ്ടും ആ ഗ്ലാസ് എടുക്കുക, ഒരു 30 മില്ലി കൂടെ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരൊറ്റ വലിക്കാൻ കുടിക്കുക. ഇപ്പൊ ഒന്നല്ല 2 ജവാന്മാരാ നമ്മുടെ ഉള്ളിൽ. ഇനി ആരെയും പേടിക്കാനില്ല. ഭാരത് മാതാ കീ ജയ്. എന്റെ ജൽപ്പലാക്ഷ, എന്ത് പണിയായി കാണിച്ചേ? ആണ്ട കിടക്കുന്നതിന്റെ ദേവന്മാരും മുഴുവൻ താഴെ. വേഗം അടിക്കുവാൻ വൃത്തിയാക്കിയിട്ടു. ലില്ലിക്കുട്ടി മാഡത്തിന്റെ ഘ്രാണശക്തി നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. നിന്റെ പണി പോകുന്ന വഴി കാണുക. ലില്ലിക്കുട്ടി മാഡത്തിന്റെ എന്നാ ശക്തിയാ? എടാ, ഘ്രാണശക്തി, മണം പിടിക്കാനുള്ള കഴിവ്. ഓ, അതായിരുന്നു. ഞാൻ പേടിച്ചു. കോമളം ആ ബക്കറ്റ് ചൂടി എവിടെ ഇരിക്കുന്നത്? ദാണ്ടെ അവിടെ ഇരിപ്പുണ്ട്. അല്ല, ഇതായി മറിയക്കുട്ടി ചേർത്തിയോ? അതുപോലെ രാവിലെ തന്നെ എത്തിയല്ലോ. ചേർത്തി ഇന്ന് പഞ്ചായത്ത് ഓഫീസ് അവധിയാ. തിരുവോണത്തിനെങ്കിലും ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ കൂടെ കയറി ഇറങ്ങി നടക്കാതെ ചേച്ചിക്ക് വീട്ടിലെങ്ങനെ ഇരിക്കാൻ മേല. ധനപാലൻ സാറ്, ഏത് വീട്ടിലാണ് ഞാൻ ഇരിക്കേണ്ടത്? ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി. കയറി കിടക്കാൻ ഒരു വീട് വെച്ച് തരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് മാസം 4ആയി. എന്നോട് ദേഷ്യപ്പെടാതെ ചേർത്തി, ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന്റെ കാര്യമല്ലേ. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, ഇതെന്നെ കറിച്ചിട്ടൊക്കെ പിടിച്ചോണ്ട്. എൻ്റെ വീട് പണിയുടെ കാര്യത്തിന് ഇന്ന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ തിരുവോണത്തിന് ചട്ടിയുമായി ഭിക്ഷ എടുക്കാനാണ് എൻ്റെ തീരുമാനം. ചേച്ചി, അത്ര കടുത്ത തീരുമാനമൊക്കെ എടുക്കാൻ വരട്ടെ. നമ്മുടെ പ്രസിഡന്റ് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഞാൻ സംസാരിച്ച കാര്യത്തിനൊക്കെ തീരുമാനമാക്കാം. മറിയക്കുട്ടി ചേർത്തിക്ക് വീട് വെച്ച് കൊടുക്കുക. ഞങ്ങളുടെ ഓമന മറിയക്കുട്ടി ചേർത്തിക്ക് വീട് വെച്ച് നൽകുക. ഇനി എത്തിയോ? കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ. എന്താണ് ധനപാല, തന്റെ ശബ്ദത്തിൽ ഒരു പുച്ഛം? ഞങ്ങള് പ്രതിപക്ഷത്ത് 3 പേരെ കാണൂ, എങ്കിലും അപ്പുറത്തുള്ള 13 പേരെക്കാളും ചങ്കുറപ്പുള്ളവരാ ഞങ്ങൾ. അയ്യോ, അത് പിന്നെ എനിക്കറിയാൻ മേലെ. പ്രതിപക്ഷ നേതാവ് ജോർജ് കുര്യൻ സാറിന് ലില്ലിക്കുട്ടി മാഡത്തിന് ഒട്ടും പേടിയില്ലാന്ന്. പുല്ലാണേ പുല്ലാണേ ലില്ലിക്കുട്ടി പുല്ലാണേ, രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. എന്താ ജോർജ് സാറേ, എന്റെ രാജി തന്നെയാണോ പ്രശ്നം? നമുക്ക് ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാജിവെക്കാം. ബാ. ഓണസദ്യയുടെ 2ാമത്തെ പന്തി ആ ചേരിന്റെ പുറകെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എടോ ജൽപ്പലാക്ഷ, ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് സദ്യ തുടങ്ങാൻ തന്നോട് ആരാ പറഞ്ഞത്? മാഡം, മൊത്തം 12,000 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. സീറ്റിംഗ് ഉള്ളതാണെങ്കിൽ ആകെ 100-200 പേർക്കാ. രാവിലെ തൊട്ട് സദ്യ കൊടുക്കാൻ തുടങ്ങിയാലേ ഉള്ളൂ
വൈകുന്നേരമെങ്കിലും ആകുമ്പോൾ എല്ലാവർക്കും കൊടുത്തു കേൾക്കാൻ പറ്റത്തുള്ളൂ. ജൽപലാക്ഷ, ദാറ്റ് ഈസ് പ്രാക്ടിക്കാലിറ്റി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. താൻ ഈ പ്രതിപക്ഷ നേതാവിനെയും മെമ്പർമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് പോയി ഓണസദ്യ കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രാജിവെക്കാൻ. ഇന്നത്തെ ഓണാഘോഷ പരിപാടി തീരുന്നതിന് മുമ്പ് ഞങ്ങൾ കാണിച്ചു തരാം പ്രസിഡന്റ് രാജിവെക്കുമോന്ന്. ലില്ലിക്കുട്ടി മാഡം ഇന്ന് കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ. അല്ല, അത് മേക്കപ്പിന്റെ അല്ലേ? മേക്കപ്പ് ഓവർ ആയില്ലല്ലോ അല്ലേ കോമളം? ഇല്ല മാഡം, അല്പം കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ കേട്ടോ. മാഡം, ലില്ലിക്കുട്ടി മാഡം, എന്താ ജൽപലാക്ഷ, എന്നെ പറ്റിയേ? ചതിച്ചു മാഡം. പ്രതിപക്ഷ നേതാവ് ജോർജ് കുര്യൻ മാവേലിയെ പോക്കി. അയാളുടെ വീടിന്റെ പുറമുള്ള കപ്പത്തോട്ടത്തിൽ മാവേലിയെ കുടിപ്പിച്ച് ബോധമില്ലാതെ കിടത്തിയിരിക്കുക. ആഞ്ജനേയ, ഇനിയിപ്പോ എന്നാ ചെയ്യും? മാവില്ലാതെ എങ്ങനെ ഓണാഘോഷം നടത്തുന്നത്? ചുമ്മാതല്ല ആ ജോർജ് പറഞ്ഞത്, രാജിവെക്കോ ഇല്ലയോ എന്ന് കാണാമെന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു മാവേലി ഒപ്പിക്കണം. ഇപ്പൊ പെട്ടെന്നൊരു മാവേലിയെ എവിടെ നിന്ന് കിട്ടാനാ? അതൊന്നും നടക്കത്തില്ല. ജൽപലാക്ഷ, തനിക്കായിക്കൂടെ മാവേലി? ക്ഷമിക്കണം മാഡം, എനിക്ക് താരി പഠിക്കാൻ പറ്റത്തില്ല. ഭയങ്കര അലർജിയാണ്. ധനപാല, തനിക്കെങ്കിലും. അയ്യോ ക്ഷമിക്കണം മാഡം, എനിക്ക് കല്യാണം നടക്കാനായിട്ട് ആഞ്ജനേയന്റെ ഒരു വ്രതമുണ്ട്. മറ്റു വേഷങ്ങളൊന്നും കെട്ടാൻ പറ്റും. അപ്പോ എല്ലാരും എന്നെ കൈവിട്ടല്ലേ? ശരി, നമുക്ക് നോക്കാം. എന്തായാലും ഓണാഘോഷം നടക്കട്ടെ.
സമാപന സമ്മേളനം ഏതാനും നടന്നാൽ നമ്മുടെ ലില്ലിക്കുട്ടി മാഡത്തിന് രാജിവെക്കേണ്ടതായിട്ട് വരും. ജൽപലാക്ഷ, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഈ സമ്മേളനം ഇന്നിവിടെ നടത്തിയേ പറ്റൂ. എന്റെ പ്രസിഡന്റ് സ്ഥാനം പോയാലും വേണ്ടില്ല, പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ ഈ ലില്ലിക്കുട്ടി മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ധനപാല, സമയം കളയാതെ പരിപാടി ആരംഭിക്കും. നമ്മുടെ സമാപന ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും പഞ്ചായത്ത് അംഗങ്ങളെയും ഓണാഘോഷങ്ങളുടെ സമാപന ചടങ്ങിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കാലമേ അടയാളപ്പെടുത്തുക. ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. നമ്മുടെ പഞ്ചായത്തിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. നിങ്ങൾ ഇത് കാണുക. ഇതാ നമ്മുടെ മാവേലി, ഇതാ നമ്മുടെ മാവേലി. അതാ നമ്മുടെ മാവേലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ സ്വന്തം മാവേലിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അടുത്തതായി ഓണാശംസകൾ നേരുന്നതിനായി നമ്മുടെ മാവേലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങളെ നേരിട്ട് വന്ന് കാണാൻ സാധിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതേസമയം നിങ്ങളുടെ അവസ്ഥയിൽ നമുക്ക് വളരെയധികം വേദനയുമുണ്ട്. ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. കള്ളവും ചതിയുമില്ലാതെ, പുളിവചനങ്ങളില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ. നാം ഈ നാട് ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഭരണകർത്താക്കളുടെ കാലത്ത് പാലം തകർന്നു കിടക്കുന്നു, റോഡുകൾ തോടായി മാറിയിരിക്കുന്നു,
എങ്ങും അഴിമതിയും കൈക്കൂലിയും മാത്രം. ഇപ്പോൾ വയനാട് ഒരു ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾ പരസ്പരം സഹായിക്കുന്നത് നാം കാണുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ അത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ, മറ്റവസരങ്ങളിൽ നിങ്ങളുടെ ചുറ്റും കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ കാണാറുണ്ടോ, സഹായിക്കാറുണ്ടോ? നാം ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ സന്തോഷം കളയുന്നില്ല. നമുക്ക് പോകാൻ സമയമായി. എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഇത്രയും മനോഹരമായ ഓണാശംസകൾ നേർന്ന നമ്മുടെ മാവേലിക്ക് നല്ലൊരു കൈയ്യടി. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാമായ നമ്മുടെ സ്വന്തം ലില്ലിക്കുട്ടി മാഡത്തിനെ കൃതജ്ഞത അർപ്പിക്കുവാനായി ക്ഷണിച്ചു കൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ മാവേലി, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, മഹാബലിയുടെ വാക്കുകൾ ചിന്തകൾക്കതീതമായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുകയാണ്. എനിക്കൊരിക്കലും അദ്ദേഹത്തെ പോലെ ആവാൻ കഴിയില്ലെങ്കിലും ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ വ്യക്തിയായിരിക്കും. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 3 കുടുംബങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്ത് വീട് വെച്ച് നൽകുന്നതായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിനു മുൻപ് നമ്മുടെ പഞ്ചായത്തിലുള്ള മറിയക്കുട്ടിച്ചേടത്തിക്ക് ഒരു വീട് നമ്മൾ എല്ലാവരും കൂടി നിർമ്മിച്ച് നൽകുന്നതായിരിക്കും. മറിയക്കുട്ടിച്ചേടത്തി, മുന്നിലേക്ക് വരൂ. പ്രതിപക്ഷത്തിനും കൈയടിക്കാവുന്നതാണ്. ഇതിനായിരുന്നു നിങ്ങളിന്ന് രാവിലെ സമരം ചെയ്തത്. നമ്മുടെ മാവേലിയെ ഒരിക്കൽ കൂടി മുൻപിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. മാവേലി, പ്ലീസ് കം. മാവേലി എവിടെ? മാവേലിനെ ഒന്ന് വിളിച്ചേ. എവിടെ പോയി മാവേലി? എവിടെ പോയി? അവസാന നിമിഷം മാവേലി അറേഞ്ച് ചെയ്ത ജൽപ്പലാക്ഷന് ഞാനല്ല, എനിക്കറിയില്ല. ധനവാല, പിന്നെ താനാണോ? അല്ല, ഞാനല്ല മാവേലി അറേഞ്ച് ചെയ്തത്. അപ്പൊ പിന്നെ ആരായിരുന്നു ആ മാവേലി? എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നാം യാത്രയാവുകയാണ്. ഇത്തവണ ഒരാളെ കൂടെ നാം കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. എല്ലാവരുടെ ചെറിയ കളികളും വലിയ കളികളും നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടു.